നിങ്ങൾ 10ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്റ്റുഡൻ്റ് ആണ്. നിങ്ങൾക്ക് ഭാവിയിൽ IITസിലേക്കും NITസിലേക്കും അഡ്മിഷൻ നേടണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ ഈ ഒരു അവസരത്തിൽ നിങ്ങളുടെ മനസ്സിലേക്കും അതുപോലെ തന്നെ 10th കുട്ടികളുടെ പാരൻസിനും ഉണ്ടാകുന്ന ഒരു ഡൗട്ടാണ്, +1ലേക്ക് എൻ്റർ ചെയ്യുന്ന സമയത്ത്, +1ലേക്ക് അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് CBSE ബാച്ചിൽ ജോയിൻ ചെയ്യണോ അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റ് സിലബസ് സ്കൂളിൽ ജോയിൻ ചെയ്യണോ എന്നുള്ളത്. അപ്പോൾ അതിനുള്ളൊരു ഐഡിയ ആണ് ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. രണ്ടിൻ്റെയും പ്രോസ് ആൻഡ് കോൺസ് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ CBSE സിലബസ് തിരഞ്ഞെടുക്കുകയാണെങ്കിൽ നിങ്ങൾക്കറിയാം നമ്മളൊരു പ്രൈവറ്റ് സ്കൂളിൽ ജോയിൻ ചെയ്യേണ്ടി വരും. അപ്പം +1 +2 ഫീസ് കൊടുത്തുകൊണ്ട് തന്നെ പഠിക്കേണ്ട ഒരു സിറ്റുവേഷൻ ഉണ്ടാകും. എന്നാൽ സ്റ്റേറ്റ് സിലബസിൽ ഒരുപാട് എയ്ഡഡ് ആൻഡ് ഗവൺമെൻറ് സ്കൂളുകൾ കൂടുതൽ നമ്പർ ഓഫ് സീറ്റുകൾ അവൈലബിൾ ആണ്. അതുകൊണ്ടാണ് മോസ്റ്റ് ഓഫ് ദി ആളുകളും എന്ത് ചെയ്യാറുള്ളത്, സ്റ്റേറ്റ് സിലബസ് സ്കൂളുകൾ +1 +2 ചൂസ് ചെയ്യാറുള്ളത്. മറ്റൊരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലപ്പോഴും നമ്മൾ പറയാറുള്ളത് സ്റ്റേറ്റ് സിലബസിൽ മാർക്ക് കിട്ടാൻ എളുപ്പമാണെന്നുള്ളതാണ്. അതൊരു സത്യം തന്നെയാണ്. 1200 നമുക്ക് നല്ല ഒരു പെർസെൻറ്റേജ് എന്ത് ചെയ്യാൻ പറ്റും, സ്റ്റേറ്റ് സിലബസിൽ നേടിയെടുക്കാൻ സാധിക്കും. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം CBSEയിൽ എന്തുകൊണ്ട് പെർസെൻറ്റേജ് കുറയുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ എക്സാം ഒന്നും കൂടെ സീരിയസ് ആയിട്ട് നടക്കുന്നത് കൊണ്ടാണ്. എക്സാമിനേഷൻ ഒന്നും കൂടെ സ്ട്രിക്റ്റ് ആണ്, വാല്യുവേഷൻ കുറച്ചുകൂടെ സ്ട്രിക്റ്റ് ആണ്. അതുകൊണ്ട് തന്നെ നന്നായിട്ട് പഠിച്ചാൽ മാത്രമേ നമുക്കൊരു 90-95% മേലേക്ക് മാർക്ക് നേടിയെടുക്കാൻ സാധിക്കുള്ളൂ. എന്നാൽ സ്റ്റേറ്റ് സിലബസിൽ അങ്ങനെയല്ല. ബോർഡ് എക്സാം റിലേറ്റീവ്ലി ഈസിയാണ്. എല്ലാ സബ്ജക്റ്റുകളും എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിലും ഒരു കഴിഞ്ഞൊരു 4-5 വർഷത്തെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറുകൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരാൾക്ക് നല്ലൊരു പെർസെൻറ്റേജ് മാർക്ക് സ്റ്റേറ്റ് സിലബസിൻ്റെ എക്സാമുകൾ നേടിയെടുക്കാൻ സാധിക്കും. പക്ഷേ നിങ്ങളൊരു JEE ആസ്പിറൻ്റ് ആണെന്നുണ്ടെങ്കിൽ CBSE ആണോ സ്റ്റേറ്റ് സിലബസ് ആണോ, ഏതാണ് ബെറ്റർ? ഇതാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ അഡ്രസ്സ് ചെയ്യാൻ പോകുന്നത്. നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, JEE എക്സാം ഒരു സ്റ്റേറ്റ് സിലബസിൻ്റെ ബോർഡ് എക്സാം പോലെ നമുക്ക് തലേന്ന് ഒരു ദിവസം കൊണ്ടോ 2 ദിവസം കൊണ്ടോ റിവൈസ് ചെയ്ത് കഴിഞ്ഞാൽ 90% കിട്ടുന്ന ഒരു എക്സാമേ അല്ല. 2 വർഷം ഫോക്കസ്ഡ് ആയിട്ട് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഒരു 60% മാർക്കൊക്കെ JEEയിൽ വാങ്ങുക എന്നുള്ളത് ഒരു വളരെ നല്ല അച്ചീവ്മെൻ്റ് ആണ്. നല്ലൊരു കോളേജിലേക്ക് അഡ്മിഷൻ തന്നെ ആ ഒരു 60% മാർക്ക് കൊണ്ട് നിങ്ങൾക്ക് കിട്ടുമെന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ അത്തരത്തിലുള്ള എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ആലോചിക്കേണ്ടത് നമ്മുടെ പ്രിപ്പറേഷൻ വളരെ സീരിയസ് ആയിരിക്കണം. അപ്പോൾ സ്റ്റേറ്റ് സിലബസിൽ ജോയിൻ ചെയ്തത് കൊണ്ട് നിങ്ങൾക്ക് JEE കിട്ടില്ല എന്നുള്ളതല്ല. പക്ഷേ സ്റ്റേറ്റ് സിലബസിൽ ജോയിൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, സ്റ്റേറ്റ് സിലബസിലെ സ്കൂളിലെ എക്സാമുകളെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് നിന്ന് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ സ്കൂളിലെ ക്ലാസ്സുകളെ ഡിപ്പെൻഡ് ചെയ്ത് നിന്ന് കഴിഞ്ഞാൽ നമുക്കൊരിക്കലും ഒരു JEE ലെവലിലേക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾ അതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് JEEക്ക് വേണ്ടിയിട്ട് ഫോക്കസ്ഡ് ആയിട്ടുള്ള പ്രിപ്പറേഷൻ തന്നെ സ്റ്റേറ്റ് സിലബസ് ജോയിൻ ചെയ്യുന്ന സമയത്ത് സ്കൂളിൽ നിങ്ങൾ തിരഞ്ഞെടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ പാരലലി എന്ത് ചെയ്യണം, നല്ലൊരു JEE കോച്ച് നിങ്ങൾ കൊണ്ടുപോകേണ്ടി വരും. അപ്പോൾ ഇതിന് ടൈം ഒരു പ്രശ്നമായിരിക്കും പലപ്പോഴും. സ്റ്റേറ്റ് സിലബസിൽ +1 +2 നമുക്കറിയാം 6 സബ്ജക്റ്റുകളാണ് ഓരോ സ്റ്റുഡൻറ്റിനും സെലക്ട് ചെയ്യേണ്ടി വരിക. അതിൽ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, ഒന്നുകിൽ ബയോളജി അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ്, പിന്നെ 2 ലാംഗ്വേജുകളാണുള്ളത്. അങ്ങനെ ടോട്ടൽ 6 സബ്ജക്റ്റുകൾ പഠിക്കേണ്ടി വരും. എന്നാൽ CBSEയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ടോട്ടൽ 5 സബ്ജക്റ്റുകളാണ് +1 +2 നിങ്ങൾ പഠിക്കേണ്ടതുള്ളൂ. പിന്നെ ഒരു മേജർ വ്യത്യാസം എന്ന് പറയുന്നത് +1ലെ ബോർഡ് എക്സാം ആണ്. സ്റ്റേറ്റ് സിലബസിൽ +1ലും ബോർഡ് എക്സാം ഉണ്ട്. എന്നാൽ CBSEയിൽ +1ൽ ബോർഡ് എക്സാം ഇല്ല, +2ൽ മാത്രമേ ബോർഡ് എക്സാം ഉള്ളൂ. അപ്പോൾ +1ലെ മുഴുവൻ ടോപ്പിക്കുകളും ഒന്ന് ഫൈനലി റിവൈസ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി സ്റ്റേറ്റ് സിലബസിൽ കിട്ടാറുണ്ട്. ബട്ട് അവിടെയും ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ എക്സാമിൻ്റെ ഒരു സീരിയസ്നെസ് കുറയുന്നതും എക്സാമിൻ്റെ ഒരു സ്ട്രിക്ട്നെസ്സും അതിൻ്റെ വാല്യുവേഷനിലുള്ള ലിബറൽ വാല്യുവേഷൻ ആയതുകൊണ്ട് തന്നെ കുട്ടികൾ അവരുടെ ഒരു ബേസിക് ലെവലിലുള്ള പഠനം മാത്രമാണ് പലപ്പോഴും കംപ്ലീറ്റ് ചെയ്യാറുള്ളത്. ഒരു JEE ലെവലിലേക്കൊക്കെ അവരെ ഇൻസ്പയർ ചെയ്യുന്ന രീതിയിലുള്ള ഒരു പ്രിപ്പറേഷൻ ഒന്നും സ്റ്റേറ്റ് സിലബസിൻ്റെ സ്കൂളുകളിൽ കിട്ടാറില്ല എന്നുള്ളത് തന്നെയാണ് സത്യം. അപ്പോൾ നിങ്ങൾക്ക് പറ്റുമെന്നുണ്ടെങ്കിൽ CBSE എന്നുള്ളത് തീർച്ചയായിട്ടും നല്ലൊരു ഓപ്ഷൻ തന്നെയാണ്. കാരണം അവരുടെ +2 ബോർഡ് എക്സാം വളരെ സ്ട്രിക്റ്റ് ആണ്. സിലബസ് ഫോളോ ചെയ്യുന്നതും എക്സാം പാറ്റേൺ ഒക്കെ കുറച്ചുകൂടെ JEEക്ക് ഹെൽപ്ഫുൾ ആവുന്ന രീതിയിലാണ് CBSEയുടെ സിലബസും എക്സാമുകളൊക്കെ പോകുന്നത്. അപ്പോൾ ആ രൂപത്തിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും CBSE സിലബസ് നിങ്ങളെ JEE പ്രിപ്പറേഷനെ ഹെൽപ്പ് ചെയ്യും. ആ കാര്യത്തിൽ ഒരു ഡൗട്ടും ഇല്ല. എന്നാൽ സ്റ്റേറ്റ് സിലബസിൽ ജോയിൻ ചെയ്തുകൊണ്ട് സ്റ്റേറ്റ് സിലബസിലെ പല സ്കൂളുകളിലും കുറച്ചും കൂടെ റിലേറ്റീവ്ലി നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഈ പറയുന്ന JEE ഫോക്കസ് ചെയ്യാനുള്ള സമയം ചിലപ്പോൾ കിട്ടിയെന്ന് വരാം. അപ്പോൾ അത് നിങ്ങൾക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ, ഇപ്പോൾ CBSEയുടെ സിലബസിൻ്റെ ഒരു പുഷ് ഇല്ലാതെ സ്റ്റേറ്റ് സിലബസിൽ ജോയിൻ ചെയ്ത് നിങ്ങൾക്ക് സ്വന്തമായിട്ട് നല്ലൊരു JEE പ്രിപ്പറേഷൻ നടത്താൻ പറ്റും. സ്കൂളിൽ നിന്ന് കിട്ടുന്ന ഇൻപുട്ട് കൂടാതെ നിങ്ങൾക്ക് സ്വന്തമായിട്ട് പ്രിപ്പയർ ചെയ്തിട്ട് നല്ലൊരു കോച്ചിങ് തിരഞ്ഞെടുത്തുകൊണ്ട് പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ സ്റ്റേറ്റ് സിലബസും ചൂസ് ചെയ്യാവുന്നതാണ്. സോ ഇത് രണ്ടെന്നുള്ള വ്യത്യാസങ്ങൾ, ഈ 2 സിലബസും +1 +2 ചൂസ് ചെയ്യുന്നുള്ള വ്യത്യാസങ്ങൾ ഇതാണ്. പലപ്പോഴും നമ്മൾ കാണുന്ന ഒരു കാഴ്ച, സ്റ്റേറ്റ് സിലബസിൽ നമുക്കറിയാം കുറച്ചുകൂടെ എക്സ്ട്രാ കരിക്കുലർ ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ഒരുപാട് പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുള്ള അവസരം CBSEനെ കമ്പയർ ചെയ്യുമ്പോൾ വളരെ കൂടുതലാണ് സ്റ്റേറ്റ് സിലബസിൽ. അത് ആർട്സ് ആയാലും സ്പോർട്സ് ആയാലും അങ്ങനത്തെ എല്ലാ ആക്ടിവിറ്റീസും കൂടുതലാണ്. അതുപോലെ തന്നെ ലാബ് ആക്ടിവിറ്റീസ്, ലാബ് റിപ്പോർട്ടുകൾ, ഇങ്ങനെ തുടങ്ങി കുറേ അധികം ടൈം കൺസ്യൂമിംഗ് ആയിട്ടുള്ള കാര്യങ്ങളും സ്റ്റേറ്റ് സിലബസിൽ നമ്മൾ കാണാറുണ്ട്. അപ്പോൾ അതും കൂടെ നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കണം. ആൻഡ് അൾട്ടിമേറ്റ്ലി JEE ആസ്പയർ ചെയ്യുന്ന ഒരു സ്റ്റുഡൻ്റ് ആണെന്നുണ്ടെങ്കിൽ എപ്പോഴും നമുക്കറിയാം, നിങ്ങൾ മനസ്സിലോർത്ത് വെക്കേണ്ട ഒരു സിംഗിൾ പോയിന്റ് ഇതാണ്: സ്കൂൾ ലെവലിൽ നിന്ന് കഴിഞ്ഞാൽ നമുക്കൊരിക്കലും JEE എന്ന് പറയുന്ന എക്സാമിൽ സക്സസ്ഫുൾ ആവാൻ കഴിയില്ല. അതിന് അഡീഷണൽ ആയിട്ടുള്ള പ്രിപ്പറേഷൻ തന്നെ വേണം. വളരെ
ഫോക്കസ്ഡ് ആയിട്ട് 2 വർഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് കടന്നു പോകും. ആ 2 വർഷം ഏറ്റവും എഫക്റ്റീവായിട്ട് പ്ലാൻ ചെയ്ത് ഏറ്റവും നല്ല സ്ട്രാറ്റജിയിലൂടെ മുന്നോട്ട് പോയാലാണ് ഒരു റിപ്പീറ്റിങ്ങിനൊക്കെ പോവാതെ ഫസ്റ്റ് ചാൻസിൽ തന്നെ നമുക്ക് IITസിലേക്കും NITസിലേക്കും അഡ്മിഷൻ നേടിയെടുക്കാൻ സാധിക്കുക. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടത് നിങ്ങളുടെ സ്കൂൾ സിലബസിൻ്റെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള എക്സാമും വാല്യുവേഷനും അതിൻ്റെ ആ ഒരു സീരിയസ്നെസ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ CBSE തിരഞ്ഞെടുക്കുക. അതല്ല, നിങ്ങൾക്ക് കുറച്ചും കൂടി അഫോർഡബിൾ ആയിട്ടുള്ള ഗവൺമെൻറ് ഓർ എയ്ഡഡ് സ്കൂളിൽ പോകണം, നിങ്ങൾ സ്വന്തമായിട്ട് തന്നെ സ്കൂളിൻ്റെ ഇൻസ്പിറേഷൻ ഇല്ലെങ്കിൽ പോലും സ്വന്തമായിട്ട് JEE പ്രിപ്പറേഷനുള്ള സമയം കണ്ടെത്തും എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്റ്റേറ്റ് സിലബസും ചൂസ് ചെയ്യാവുന്നതാണ്. പക്ഷേ ഈ 2 സിലബസുകളുടെയും +1 +2ലുള്ള എസ്പെഷ്യലി JEE എക്സാമിലുള്ള ഇമ്പാക്റ്റ് മനസ്സിലാക്കിക്കൊണ്ട് രണ്ടിൻ്റെയും മെറിറ്റ്സും ഡീമെറിറ്റ്സും മനസ്സിലാക്കിക്കൊണ്ട് തന്നെ വേണം ഈ ഒരു ഡിസിഷൻ നിങ്ങൾ എടുക്കാൻ. കൂടുതൽ സംശയങ്ങളുണ്ടെങ്കിൽ വീഡിയോയുടെ കമൻറ്റിൽ ചോദിക്കുക. നമുക്ക് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വീഡിയോസും വെബിനാറുകളൊക്കെ ഫ്യൂച്ചറിൽ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എത്രത്തോളം നിങ്ങളുടെ സംശയങ്ങളും നിങ്ങളുടെ എൻക്വയറീസ് ഒക്കെ ഈ ഒരു വീഡിയോയുടെ കമൻറ്റായിട്ട് നിങ്ങൾ രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ 10th പഠിച്ചുകൊണ്ടിരിക്കുന്ന സിമിലർ ഡൗട്ടുള്ള നിങ്ങളുടെ ഫ്രണ്ട്സിനും ക്ലാസ്മേറ്റ്സിനൊക്കെ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക.